my dear subscribers and dear viewers, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൃശ്ശൂർ ഭാഷയിൽ ഒരു ഹെയർ കളർ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് എടുക്കാം നമുക്ക്. എന്തായാലും ഹെയർ കളറൊക്കെ ഇല്ല, അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ അത് കാരണം കൊണ്ട് തൃശ്ശൂർ ഭാഷയിൽ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഹെയർ കളർ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ കളർ എന്ന് പറയുന്നത് ഗാർണിയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കാരമൽ ബ്രൗൺ ആണ് കേട്ടോ. 5.32 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്. കാരമൽ ബ്രൗൺ ആണ്. ആദ്യമായിട്ടല്ല ഞാൻ ഹെയർ കളർ ചെയ്യണത്. ഞാൻ ഒരു കോവിഡ് സമയത്ത് തുടങ്ങിയതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് അന്നൊന്നും പുറത്തേക്ക് പോകണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് കളർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. ഞാൻ കുറേ നാളായി ഇപ്പോൾ കാരമൽ ബ്രൗൺ എന്ന് പറയുന്ന കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്തായാലും ഹെയർ കളർ കൊടുക്കാനായിട്ട് പോവാം. ഇപ്പോൾ കുറച്ച് ചബ്ബിയായിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണവും മുഖത്തൊക്കെ ഇരിക്കുന്നുണ്ട്. മാറിക്കോളും. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, ഈ ആഘോഷങ്ങളുടെ ക്ഷീണമൊക്കെ ഒന്ന് കഴിഞ്ഞ് റെഡി ആയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സിങ് വീഡിയോ കാണാം. അതിനുശേഷം നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ചത് മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. മിന്ത്രയിൽ ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം 219 രൂപയുടെ പ്രോഡക്റ്റിന് 124 രൂപയ്ക്കാണ് നമുക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടിയത്. ഓരോ ഷെയ്ഡിനും വേറെ വേറെ വിലയായിരുന്നു. അപ്പോൾ 124 രൂപയ്ക്ക് രണ്ടെണ്ണം മേടിച്ചു, പ്ലസ് കൺവീനിയൻസ് ഫീ കൂടിയിട്ട് ആകെ 268 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഹെയർ കളറിൻ്റെ പാക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റാണ്, 2 പാക്കറ്റും കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് കോമഡി എന്താണെന്ന് പറഞ്ഞാലേ, ഇതിവിടെ സീൽ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ അത് രണ്ടെണ്ണത്തിനും ഇതിവിടെ സീൽ ചെയ്തിട്ടുണ്ട്. അടിയിൽ സീൽ ചെയ്തിട്ടില്ല കേട്ടോ. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും നോക്കാം. ഓക്കെ, ഇത് ഗ്ലൗസും പിന്നെ നമ്മുടെ കണ്ടീഷണറാണ്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷണർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ആദ്യം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മറ്റേ പാക്കറ്റ് എടുത്താൽ മതി. മിക്കവാറും ആവശ്യമുണ്ടെങ്കിൽ എടുക്കുമ്പോഴും അതും ഫുള്ള് തീർക്കും. കാരണം ഇതിനിപ്പം കുറേശ്ശൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഹെയറിലിട്ട് തീർക്കും. അപ്പം അതിൽ നല്ലത് നോക്കാം. ഇത് ഈ പറഞ്ഞ പോലത്തെ കണ്ടില്ലേ, ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ സീൽ ചെയ്തിട്ടില്ല. എന്തെന്നാ പറയുക ഇതിനൊക്കെ, ഒന്നും പറയാല്ലേ. ശരി, അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് തുറക്കാം. 4 അര 3/4 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫുൾ എടുക്കുന്നുണ്ട്, കാരണം ലോങ് ഹെയർ ആയ കാരണം കൊണ്ട് ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത്, ഇത് കലക്കാനായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് വേണ്ടത്. നമുക്ക് മെറ്റലിൻ്റെ സാധനത്തിലൊന്നും കളർ കലക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമൊക്കെ ഏകദേശം ഇന്ന് തീരുമാനമാവും. ഇതിന് 2 കൂടെയുള്ള പൊട്ടാൻ. എന്തായാലും ഇത് ഏകദേശം തീരുമാനമാവുന്നു. പിന്നെ ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേപ്പറുണ്ട്, നമുക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ ഉള്ളൊരു പേപ്പറുണ്ട്. പിന്നെ ഉള്ളത് 2 കണ്ടീഷണർ, പിന്നെ ഒരു പെയർ ഓഫ് ഗ്ലൗസ്. ഇതാണ്. അപ്പോൾ കണ്ടീഷണർ എന്ന് പറയുമ്പോൾ പോസ്റ്റ് കളർ കെയർ കണ്ടീഷണറാണ്. അപ്പോൾ അത് ഒരു പാക്കറ്റൊക്കെ മതിയാവും നമുക്ക്. ഒരു തവണത്തെ യൂസിന്, വാഷിന് ഒരു പാക്കറ്റൊക്കെ മതിയാവും. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിലാവാൻ പാടില്ല. പിന്നെ ഇത് പെറ്റ് ഹെയറിലാണ് ഉപയോഗിക്കേണ്ടത്, റൂട്ടിലാവാൻ പാടില്ല. നമ്മൾ സാധാരണ ഷാമ്പൂവിൻ്റെ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ ലൈറ്റ് കുറവാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ റിംഗ് ലൈറ്റ്, ട്രൈപോഡിൻ്റെ റിംഗ് ലൈറ്റ് കുഴപ്പമില്ല, പക്ഷെ ലൈറ്റ് വെക്കണ ആ ഒരു സാധനം കേടായി. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഫോണിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെൽഫി വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക, ഓട്ടോമാറ്റിക് ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ശരിക്കും അവിടെയാണ് വരുന്നത്. പക്ഷെ എനിക്കിവിടെ മിറർ ഇവിടെ കാരണം കൊണ്ട് എനിക്ക് മിററിൻ്റെ അടുത്തിരുന്നിട്ട് കളർ ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ എന്താ പറയുക, കയ്യുമ്മലൊക്കെ ആവാണ്ടിരിക്കാനായിട്ട് ഇതിങ്ങനെ ഫുൾ സ്ലീവ് കറുപ്പ് കളർ ബനിയനൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ലൈഫിൽ ഇപ്പോൾ ഒരു 4-5 തവണ ആയിട്ടുണ്ട് ഇപ്പോൾ ഹെയർ കളർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ തന്നെ കളർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ ചെയ്തിട്ട് ശീലമുള്ളതുകൊണ്ട്. ഇതിങ്ങനെ എനിക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം.
കളറിൻ്റെ ട്യൂബ്. ഇത് ഇങ്ങനെ ഈ മൂടിയുടെ ബാക്കിലുള്ള സാധനം കൊണ്ട് തുറക്കണം. നമ്മുടെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്ലൗസ് ഇട്ട് കൊടുക്കാം. അപ്ലൈ ദ മിക്സർ ഓൺ യുവർ ഹെയർ വിത്ത് എ ബ്രഷ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ പറയണത്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ ബ്രഷൊന്നുമില്ല. ഇതേപോലെയുള്ള ക്ലിപ്പുകളില്ലേ, ഇതേപോലത്തെ ക്ലിപ്സ്, ഇത് ആവശ്യം വരും. കാരണം ഹെയർ ഒന്ന് കോംബ് ചെയ്തിട്ട് ഒന്ന് കെട്ടി വയ്ക്കാനൊക്കെ. അപ്പോൾ ഈ മേലത്തെ ഹെയർ നമുക്ക് കെട്ടി വയ്ക്കണം. കെട്ടി വെച്ച് പിന്നെ ഇതിങ്ങനെ 2 പാർട്ടീഷനാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഇങ്ങനത്തെ ചെറുപ്പാണ് ഞാൻ യൂസ് ചെയ്യാട്ടോ. 7 അകന്ന ചെറുപ്പാണ് യൂസ് ചെയ്യാറ്. എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇത് ചെറുപ്പം നല്ലതാ യൂസ് ചെയ്യുക. ഈ കെട്ട് പോകാനായിട്ട് ഇങ്ങനത്തെ 7 അകന്ന ചെറുപ്പാണ് നല്ലത്. പിന്നെ ഹെയർ കളർ ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ടൊരു സാധനം എന്ന് പറയുന്നത് അലുമിനിയം ഫോയിലാണ്. അത് നമ്മൾ ഹെയർ കളർ കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ. ഇതാണ് നമ്മുടെ അലുമിനിയം ഫോയിൽ. ഓക്കേ. അയ്യോ, ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഈ സാധനം എടുക്കുമ്പം ഇത് കീറാറ പതിവ്. ഇങ്ങനത്തെ ലോങ് പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ലോങ് പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ 2 പോർഷനിലാണ് ആദ്യം ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതിലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാത്തിലും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ കൊടുത്തു വരുമ്പോൾ പിന്നെ ഇവിടെ കൊടുക്കും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയും കൂടി കൊടുക്കും. അപ്പോൾ പിന്നെ എല്ലാ ഹെയറും ആയല്ലോ. എൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടുത്തെ ഇതെടുക്കാം. അയ്യോ, ഇത്രയേ ഉള്ളൂ. ഇത് ഹെയർ കളർ ചെയ്ത് കൊടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് കളർ ചെയ്യുക. എനിക്കിത് പിടിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഇത് കളറും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം ഞാൻ കളർ ഇങ്ങനെ തേച്ചിട്ട് ഈ പേപ്പർ ഒട്ടിക്കാം. അതാണ് നല്ലത്. ഇത് കണ്ട് റൂട്ടിൽ നിന്ന് ഇത്രയും താഴ്ന്നിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. റിച്ചായിട്ട് കൊടുക്കണ്ടേ, കാരണം നമ്മുടെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടല്ലോ. അത്യാവശ്യം റിച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നും കൂടി എടുക്കാം. ഇതും കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി ഒറ്റ ഇതിലിരുന്നോളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊടുക്കുമ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വയ്ക്കാം. അപ്പോഴേക്കും ഇതിങ്ങനെ ചുരുട്ട്, അല്ലെങ്കിൽ ഫോയിലും കഴിഞ്ഞു പോകും. അങ്ങനെ ലോങ് ഹെയർ ആയ കാരണം കൊണ്ട് ഫോയിലും കടന്നു പോകും. അത് കാരണം കൊണ്ട് എൻ്റെ നല്ല ഭാഗം എന്താണ് ഇങ്ങനെ വയ്ക്കുന്ന പോയി. കുഴപ്പമില്ല. ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒരു ഭാഗമായി കൊടുക്കാം. ഓക്കെ, പിടിച്ച് കിട്ടിയായിട്ട്
ഇനി നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാം. അയ്യോ മുടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ 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 മടക്കാം. എങ്ങനെയൊക്കെ തുരുട്ടി വെച്ചാൽ മതി. കളർ അവിടെ ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി കെട്ടിക്കൊടുക്കുക. ഇത് കണ്ടോ, എൻ്റെ കഴുത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളറുണ്ട് കേട്ടോ. കണ്ടോ, പോന്ന് വിചാരിക്കാം. ഈശ്വര, ഓക്കെ. ഇതിങ്ങനെ ഒരു ഇതായിട്ട് ഇരിക്കട്ടെ. ഇതും വയ്ക്കാം അതുപോലെ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനാണ് അലുമിനിയം ഫോയിൽ. കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഒരു 1/4 കൊടുക്കാം നമുക്ക്. 1/4 ആവശ്യം തന്നെയുള്ളത്. എത്രയും ഇതിലാണ് 1/4 കാണിക്കണേ. ഇത്രയും കൊടുക്കും. നോക്കി കയ്യിൻ്റെ ഇവിടെയൊക്കെ കളറായിട്ട് കേട്ടോ. എന്താ കഴുകുമ്പോൾ പോകണ്ട്, കുഴപ്പമില്ല. ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പകുതിയല്ല 1/4 എടുത്തിട്ടുണ്ട്. എന്നൊക്കെ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേച്ചിട്ട് അരമണിക്കൂർ എന്നാണ് പറയണത് കേട്ടോ. ഇതിപ്പോൾ തേക്കാൻ തന്നെ എടുത്തു അരമണിക്കൂർ. ഇനിയിപ്പം ലാസ്റ്റ് ഇതും കൂടി തേച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു അരമണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ലാസ്റ്റ് പോർഷൻ. ഇപ്പം എൻ്റെ ദൈവമേ, എത്ര സമയം എന്നറിയോ? 57 മിനിറ്റ്. ഞാനിത് ഒറ്റ വീഡിയോയിലാണ് എടുക്കുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് നീങ്ങും. പക്ഷെ ഇത് ഒറ്റ വീഡിയോയിലാണ് എടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹെയറുമ്പോൾ മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക. റൂട്ടിലാവാണ്ട് ഹെയറിലൊന്ന് തേച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ജോലികളുണ്ട് വീട്ടിൽ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെറ്റ് ഹെയറും ഡ്രൈ ഹെയറും ആയിട്ട് കാണാം. ഇപ്പം ഏകദേശം സമയം എന്ന് പറയുന്നത് ഇപ്പം എത്രയായിട്ടുണ്ടാവും എന്നറിയോ? 4:30 സമയം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് ഇറങ്ങി. വെയിലുള്ള സമയത്ത് ഇത് ശരിക്കും ഹെയർ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കാലത്തെ പിന്നെ സൺഷൈനും കൂടി കാണിച്ചിട്ട് അതിൻ്റെ വീഡിയോയും കൂടി ആയിട്ടാണ് പോസ്റ്റ് ചെയ്യാം. അയ്യോ ദൈവം, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ശരി. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ വെറ്റ് ഹെയറിൽ സാധാരണ ഈ കാരമൽ ബ്രൗൺ എന്ന് പറയുന്ന കളർ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം തോന്നി. അപ്പം ഇനി വെളിച്ചത്ത് പിടിച്ച് കാണാമല്ലോ വെച്ചിട്ടാണ് ഞാൻ ഈ ജനലിൻ്റെ അടുത്തും നിന്നതും. പിന്നെ ഇത്രയും ലൈറ്റൊക്കെ ഇട്ട് നിൽക്കണതൊക്കെ അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. എന്നാൽ ശരി, ഡ്രൈ ഹെയർ ആവാൻ വേണ്ടി കാത്തിരുന്നു. ഡ്രൈ ഹെയർ ആയപ്പോൾ നമ്മുടെ ഹെയർ നല്ലൊരു എന്താ പറയുക, സിൽക്കി സ്മൂത്തി പഫി ബബ്ലി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഹെയർ ആയിട്ടാണ്. എന്തായാലും ആദ്യം എൻ്റെ ഹെയറിലുണ്ടായിരുന്ന ആ കളർ പോയിട്ടുണ്ട്. വേറൊരു കളറാണ് വന്നേക്കുന്നത്. പക്ഷെ ബ്ലാക്ക് ഹെയറിൽ കൊടുത്തിട്ടാണെന്നറിയില്ല, ഞാൻ ഉദ്ദേശിച്ച കളർ അങ്ങോട്ട് വന്നില്ല. കാരണം ഏറ്റവും ആദ്യം നല്ല ബ്ലാക്ക് ഹെയറിലാണ് ഞാൻ ഈ കളർ കൊടുത്തിരുന്നത്. ആ കളറല്ല ഇപ്പോൾ വന്നത്. ആയി നോക്കിയ ലൈറ്റ് നിൽക്കണേ. അപ്പം നമ്മൾ നൈറ്റ് വ്യൂവിൽ നോക്കുമ്പം അത്ര കളറ് നമ്മുടെ മുടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കാലത്ത് നമ്മുടെ സൺലൈറ്റിൽ നോക്കിയപ്പം ഇതിങ്ങനെയാണ് കളർ കണ്ടേട്ടാ. അപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാരമൽ ബ്രൗൺ കൊടുത്തപ്പോഴുള്ള ഫോട്ടോയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അത് എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ബ്ലാക്ക് ഹെയറിൻ്റെ ഇടയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്കും കാരമൽ ബ്രൗണും കൂടിയിട്ട് ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് കാണാണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കൊടുത്തത് ഫുൾ ഹെയറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കറക്റ്റായിട്ട് കാണില്ല. പക്ഷേ ഇതുപോലെ ഹെയർ ഒന്ന് മാറ്റി നോക്കുമ്പോൾ ഉൾഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെയർ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്നാലും ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു റിസൾട്ട് അല്ല കിട്ടിയത്. ഒരു മൈൽഡ് കാരമൽ ബ്രൗൺ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉണ്ടല്ലേ? പക്ഷെ ഹെയർ തീരെ എണ്ണയില്ല. മുടിയിൽ എണ്ണയില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര സോഫ്റ്റ് ഹെയർ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കളർ ചെയ്യുമ്പോൾ മുടി അങ്ങനെ പൊട്ടാറൊന്നുമില്ല. ശരിക്കും ഞാൻ ഈ ഒരു കളറിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ഹെയർ കളറും കൂടി കലക്കിയിട്ട് കുറച്ച് പാട്ടിലായിട്ട് അങ്ങനെ അടിച്ചു കൊടുത്തു.
അത് വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ ആ ബ്രൗൺ കളർ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നു. ഇത് മതി, ഇതിപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ. സൂപ്പറായിട്ട് നമ്മുടെ ഹെയർ കളർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്കും കാണാനുണ്ട്, ലൈറ്റ് ബ്രൗണും കാണാനുണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് ബ്രൗണും കാണാനുണ്ട്. ഇതിപ്പോൾ വെറ്റ് ഹെയർ ആണ്. ഇനി ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.